ഊട്ടിയിലോട്ട് പോകുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള റൂട്ട്, ബൈക്ക് റൈഡേഴ്സിൻ്റെ ഇഷ്ട റൂട്ടും കൂടിയാണ് കേട്ടോ ഇത്. നല്ല പച്ചപ്പ് വിരിച്ച കുന്നുകളും വെള്ളച്ചാട്ടവും അരുവികളൊക്കെ ചേർന്ന് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു അടിപൊളി റൂട്ടാട്ടോ ഇത്. അപ്പോൾ എന്നും മസനഗുഡി വഴി ഊട്ടിയിലോട്ടും അതുപോലെ തന്നെ ഗൂഡല്ലൂർ വഴിയും പോകുന്നതെല്ലാം മാറ്റി പിടിക്കാം. ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഈ മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അല്ലേ. നല്ലൊരു മനോഹരമായിട്ടുള്ള റൂട്ടും കൂടെ ആയിരുന്നു അല്ലേ അത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നല്ല മനോഹരമായിട്ടുള്ള റൂട്ടാട്ടോ. അപ്പോൾ എന്നും മസനഗുഡി വഴിയും അതുപോലെ തന്നെ ഗൂഡല്ലൂർ വഴിയെല്ലാം ഊട്ടിയിലോട്ട് പോകുന്ന നിങ്ങൾക്ക് ഈ ഒരു റൂട്ട് ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മേട്ടുപ്പാളയം വഴി ഊട്ടിയിലോട്ടുള്ള യാത്രയാണ്. മേട്ടുപ്പാളയം കൂനൂർ വഴിയാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടുന്ന് നമ്മൾ മേട്ടുപ്പാളയം കയറുമ്പോൾ ഈ ഒരു ഭാഗത്തെ കുറച്ച് ട്രാഫിക് ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കുറച്ച് വണ്ടികളും ഇതൊക്കെ കാണുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് നല്ല പച്ചപ്പായിട്ടുള്ള അടിപൊളി കാഴ്ചകളാട്ടോ. ഈ ഒരു റൂട്ട് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. നല്ല പച്ചപ്പ് വിരിച്ച കുന്നുകളും വെള്ളച്ചാട്ടവും അരുവിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു യാത്രയാണ് ഉണ്ടാവുക. നമ്മൾ പോകുന്ന ഈ മേട്ടുപ്പാളയം അത്യാവശ്യം നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ. മേട്ടുപ്പാളയം മാർക്കറ്റ് ആണെങ്കിലും ആ ഒരു പ്ലേസ് ആണെങ്കിലും കാണാൻ ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഊട്ടിയിലോട്ട് പോകുന്ന റൂട്ട് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നോക്കി നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാട്ടോ. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. നിങ്ങൾ ഈ റൂട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകാത്ത ആൾക്കാരൊന്ന് പോയി കാണുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതുവരെ നമുക്ക് ഈ ഒരു റൂട്ടിൽ പോകാത്ത ആൾക്കാർക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും കേട്ടോ. ഇതുവഴി റോഡും നല്ല റോഡായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം എൻ്റെ വീഡിയോയിൽ ചോദിക്കാറുണ്ട് കേട്ടോ റോഡ് എങ്ങനെയാണ് കണ്ടീഷൻ എന്നൊക്കെ, അതുകൊണ്ട് എടുത്ത് പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ നമ്മൾ ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട റൂട്ടും കൂടെയാണിത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നല്ല റോഡുകളായതുകൊണ്ടായിരിക്കും ബൈക്ക് റൈഡേഴ്സ് അധികം ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴായിരിക്കും എത്ര ബ്യൂട്ടിയാണെന്ന് ശരിക്കും അറിയാം കേട്ടോ. ഈ ഒരു വഴി പോകുമ്പോൾ നമ്മൾ വീഡിയോ കൂടെ അത്ര വ്യക്തമായിട്ട് കാണുന്നുണ്ടാവില്ല. നേരിട്ടാകുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ഭംഗി പൂർണ്ണതയിൽ എത്തുക അല്ലേ. ഈ ഒരു റൂട്ടിൽ മേട്ടുപ്പാളയം ടു ഊട്ടി വരുന്നത് 51 കിലോമീറ്റേഴ്സ് ആട്ടോ. അപ്പോൾ ഈ ഒരു 51 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ വെള്ളച്ചാട്ടം എല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് നിർത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഏറ്റവും ചുരുക്കിയിട്ടാട്ടോ ഞാൻ എടുത്തത്. കൂടുതലായി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വലിയ വീഡിയോ ഒന്ന് ഓർത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാനിതാ വീഡിയോ ഭയങ്കര ചുരുക്കിയിട്ടാട്ടോ പറഞ്ഞത്. പിന്നെ ഇതാ നിങ്ങൾ ഊട്ടിയിൽ പോകുമ്പോൾ എനിക്ക് റൂമുകളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ റൂമിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഊട്ടിയിൽ നിന്നുള്ള ഒരുപാട് വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ ചാനൽ കാണാത്ത ആൾക്കാരൊന്ന് കയറിയിട്ട് കണ്ടു നോക്കുക കേട്ടോ. ഊട്ടിയിലത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോ, അതുപോലെ തന്നെ എൻ്റെ നല്ല നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന വീഡിയോയും കൂടെയാണ് കേട്ടോ ഊട്ടിയിലത്തെ റൂമിൻ്റെ വീഡിയോ. ഒരുപാട് പേര് പോയി എന്നും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷം നൽകിയൊരു വീഡിയോ കേട്ടോ ഊട്ടിയിലത്തെ റൂമിൻ്റെ. അതുപോലെ തന്നെ ഊട്ടിയിലത്തെ ഫുഡ് സ്പോട്ടുകളും ഇതുവരെ ആരും എത്തിപ്പെടാത്ത നല്ല അടിപൊളി ഫുഡ് സ്പോട്ടുകളെല്ലാം പരിചയപ്പെടുത്താനുള്ള വീഡിയോ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ കയറിയിട്ട് എല്ലാവരും നോക്കുക. ഞാൻ മുകളിൽ ഐക്കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം തന്നെ ഇതിൻ്റെ ലിങ്ക് എല്ലാം കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ പോയ ടൈമിൽ ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് നമ്മൾ ഊട്ടിയിലോട്ട് കയറുമ്പോൾ തണുപ്പെല്ലാം ആസ്വദിച്ച് നല്ല റിലാക്സ് ആയിട്ടാണ് നമ്മൾ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ഞങ്ങൾ എത്തിയത് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു കേട്ടോ ഈ ഒരു മേട്ടുപ്പാളയം വഴി. ഇതുവരെ പോകാത്ത ആൾക്കാരൊക്കെ ഒന്ന് പോയി നോക്കുക. പോയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണം, അതുകൊണ്ടാട്ടോ പറയുന്നത്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഊട്ടിയിലോട്ട് പോകുന്ന ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഊട്ടിയിലോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഉപകാരമാവട്ടെ. എന്നും പോകുന്ന റൂട്ടിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള റൂട്ടിലൂടെ പോയി നോക്കട്ടെ അല്ലേ. അപ്പോൾ നല്ലൊരു അനുഭവം കൂടി ആയിരിക്കും. വീഡിയോ എല്ലാം കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.